ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനാണ് അയാളെന്ന് കരുതുന്നവരാണ് ഏറെ. എന്നാൽ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക യാത്രക്കാരനായ വിശ്വാസ് കുമാർ രമേശ് മനസമാധാനം തേടി മനഃശാസ്ത്ര വിദഗ്ധന്റെ സഹായം തേടിയിരിക്കുകയാണ്. ലണ്ടനിലേക്ക് പറന്ന ബോയിംഗ് 787 വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തകർന്നപ്പോൾ 40-കാരനായ വിശ്വാസ് കുമാർ മാത്രമാണ് അവിശ്വസനീയമാംവിധം ജീവിതം തിരികെ പിടിച്ചത്. വിശ്വാസിന്റെ സഹോദരൻ അജയ് ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് 241 പേർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അപകട സമയത്തെ അനുഭവങ്ങളും സഹോദരന്റെ വേർപാടുമെല്ലാം ഇപ്പോഴും വിശ്വാസ് കുമാറിന്റെ മനസ്സിൽ നോവായി ശേഷിക്കുകയാണെന്ന് ബന്ധു സണ്ണി പറഞ്ഞു. ബ്രിട്ടീഷ് പൗരത്വമുള്ള വിശ്വാസിന്റെ ക്ഷേമം അന്വേഷിച്ച് ഉറ്റവരെല്ലാം നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഒരാളോട് പോലും സംസാരിക്കാൻ ഇയാൾ കൂട്ടാക്കുന്നില്ല. സഹോദരന്റെ മരണവും അപകടത്തിന്റെ ആഘാതവും മൂലമുള്ള മാനസിക സമ്മർദ്ദം അത്രയേറെയാണ്. ഉറക്കത്തിനിടെ അർദ്ധരാത്രി ഞെട്ടിയുണരുന്നത് പതിവാണ്. പിന്നീട് ഉറങ്ങാനേ കഴിയാറില്ല. 2 ദിവസം മുൻപാണ് മനഃശാസ്ത്ര വിദഗ്ധന്റെ ഉപദേശം തേടിയത്. ചികിത്സയുടെ തുടക്കമായതിനാൽ ലണ്ടനിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും സണ്ണി പറഞ്ഞു. കഴിഞ്ഞ മാസം 12-നുണ്ടായ അപകടത്തിനു ശേഷം 5-ാം ദിവസം ആശുപത്രി വിട്ട് വിശ്വാസ് കുമാർ അന്ന് തന്നെയാണ് സഹോദരന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങിയത്.